ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ സ്പെഷ്യൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് വേവിച്ച് വെച്ചേക്കണതാണ്. ഇതിൻ്റെ തൊലി കളഞ്ഞെടുത്തിട്ട് വരാം. തൊലി കളഞ്ഞെടുത്ത ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്ത ഉരുളക്കിഴങ്ങിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുന്നുണ്ട്. ഒരു പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചത്, കുറച്ച് മല്ലിയില, മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് മാവ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്ക് കുഴച്ചെടുക്കാം. വെള്ളം ചേർക്കേണ്ടി വരില്ല. ഉരുളക്കിഴങ്ങിലുള്ള ഈർപ്പത്തിൽ തന്നെ നമുക്ക് മാവ് കുഴച്ചെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല. ഉരുളക്കിഴങ്ങിൻ്റെ ഈർപ്പത്തിൽ തന്നെ കുഴച്ചെടുത്തേക്കണേ. 1 കപ്പ് മാവ് എടുത്തതിൽ മുഴുവനും എടുത്തിട്ടില്ല. നിങ്ങളതനുസരിച്ച് എത്ര എണ്ണം വേണോ അതനുസരിച്ച് ഉരുളക്കിഴങ്ങും മാവൊക്കെ ആഡ് ചെയ്തോളൂ. മാവിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് കുഴയ്ക്കുമ്പോൾ നമുക്ക് തോന്നും മാവ് ഉരുളക്കിഴങ്ങിലേക്ക് കുഴയ്ക്കാൻ പറ്റില്ല, വെള്ളം തികയുന്നില്ല എന്നൊക്കെ തോന്നും. പക്ഷെ കുഴച്ച് വരുമ്പോൾ കറക്റ്റായിരിക്കും കേട്ടോ. അത് തന്നെ വെള്ളം ചേർക്കല്ലേ. എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 15 മിനിറ്റ് ആയി. ഒന്ന് കുഴച്ച് കൊടുക്കാം. അപ്പം നല്ല സോഫ്റ്റായി ഉണ്ടാവും കേട്ടോ. നമുക്കിത് ചെറിയ ബോൾസ് ആക്കാം. എത്ര വലിപ്പം ചപ്പാത്തി വേണോ അതനുസരിച്ച് ബോളാക്കിക്കോളാം. എല്ലാം ബോൾസാക്കി ഇനി ഇത് പരത്തി എടുക്കണം. കല്ലിലേക്ക് കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ബോളിലും കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചപ്പാത്തിക്ക് പരത്തണ പോലെ തിന്നായിട്ട് പരത്തിയെടുക്കാം. ഒരെണ്ണം പരത്തിയെടുത്തിട്ടുണ്ട്. പരത്തിയെടുത്ത് കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ മുറിക്കണത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. നമ്മൾ ഒരെണ്ണം ഇപ്പോൾ റെഡിയാക്കി എടുത്തു. ഇത് ചുട്ടെടുക്കാം. സാധാരണ ചപ്പാത്തി റെഡിയാക്കുന്ന പോലെ തിരിച്ചു മറിച്ചിട്ട് ഇനി റെഡിയാക്കിയാൽ മതി. ഞാൻ കാണിച്ചു തരാം. ഒരു ഭാഗം ഒന്ന് റെഡിയായി വരുമ്പോൾ മറിച്ചിടാം. നമുക്ക് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരെണ്ണ റെഡിയായി. ബാക്കിയുള്ള മാവ് നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാം. എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തുട്ടാ. സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് അല്ലാണ്ട് ഡിന്നറിനും ഉപയോഗിക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. കണ്ടില്ലേ? അതുപോലെ തന്നെ എപ്പോഴും ചപ്പാത്തി കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഒരു വെറൈറ്റി ഒക്കെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. ഇത് മൈദയിൽ തന്നെ ചെയ്യണമെന്നില്ല, ഗോതമ്പ് പൊടിയിലും ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു. ബൈ.